രണ്ട് നിലക്കുള്ള തെറ്റിദ്ധാരണകൾ ബോധപൂർവം, തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പറ്റൂല, തെറ്റായ ധാരണകൾ ബോധപൂർവം ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് മുസ്ലിങ്ങളോട് മറ്റുള്ളവർക്ക് ഒരു കലഹ മനോഭാവം സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരെയൊക്കെ അമുസ്ലിങ്ങളെ മുഴുവനും കൊന്നുകളയണമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് ചില ഖുർആൻ വചനങ്ങളും മറ്റും അടർത്തിയെടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ച് വർഗീയതയ്ക്ക് ആക്കക്കൂട്ടുന്ന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സത്യത്തിൽ അമുസ്ലിങ്ങളെ മുഴുവനും കൊന്നുകളയണമെന്ന് വിശുദ്ധ ഇസ്ലാം ഒരു സാഹചര്യത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്, അമുസ്ലിങ്ങളെ ഭൂമിയിൽ ജീവിക്കേണ്ടവരല്ല അമുസ്ലിങ്ങളെ മുഴുവനും കൊന്നുകളയണമെന്ന് മതേതര രാജ്യത്ത് പോയിട്ട് ഇസ്ലാമിക രാജ്യത്ത് പോലും അങ്ങനെ ഒരു നിയമമില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അവിടെ അമുസ്ലിങ്ങളെ താമക്ക് പൗരത്വം നൽകിക്കൂടാ എന്നോ തൊട്ടടുത്ത അമുസ്ലിം രാഷ്ട്രവുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടുകൂടാ എന്നോ അമുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്നോ അമുസ്ലിങ്ങളെ മുഴുവൻ കൊന്നുകളയണമെന്നോ ഇസ്ലാമിൽ ഒരു നിയമത്തിലും ഇല്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നില്ല, തിരുസുന്നത്ത് അങ്ങനെ പറയുന്നില്ല. ഇന്ത്യയിലില്ല എന്നല്ല, പൂർണ്ണർത്ഥത്തിലുള്ള ഇസ്ലാമിക രാജ്യത്ത് പോലും അമുസ്ലിങ്ങളെ കൊന്നുകളയണമെന്നൊരു നിയമമില്ല. അതേസമയം ഓരോ രാജ്യത്തിനും യുദ്ധ നിയമങ്ങൾ ഉള്ളതുപോലെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനും രാജ്യസുരക്ഷയുടെ ഭാഗമായി യുദ്ധ നിയമങ്ങൾ ഉണ്ട്. അവിടെയും മറ്റു രാഷ്ട്രങ്ങളുമായി സമാധാന അന്തരീക്ഷത്തിന് കരാറിന് ശ്രമിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. അങ്ങനെ സമാധാന കരാറുകളൊന്നും നടക്കാതെ പോകുമ്പോൾ മുസ്ലിം രാജ്യവും അമുസ്ലിം രാജ്യവും തമ്മിൽ ചിലപ്പോൾ യുദ്ധം നടന്നേക്കും. ആ യുദ്ധത്തിന് ഇടയിൽ നടക്കുന്ന യുദ്ധ നിയമങ്ങളെ എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് അമുസ്ലിങ്ങളൊക്കെ കൊന്നുകളയണമെന്ന അർത്ഥം നൽകിക്കൊണ്ട് ചിലർ വർഗീയതയ്ക്ക് വേണ്ടി ആക്കം കൂട്ടുന്നു. മറ്റൊന്ന്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളെടുത്ത് വളരെ ചെറിയ ഒരു ശതമാനം ഇസ്ലാമിൻ്റെ പേരിലും ചില തെറ്റിദ്ധാരണകൾ നടത്തുന്നുണ്ട്. അത് പാരമ്പര്യ ഇസ്ലാമിന് വിരുദ്ധമാണ്. മുഖ്യധാര മുസ്ലിങ്ങൾ, പാരമ്പര്യ മുസ്ലിങ്ങൾ ഒരിക്കലും ആ സമീപന രീതിയോട് യോജിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാമിക ഭരണമില്ലാഞ്ഞാൽ മുസ്ലിമിൻ്റെ ജീവിതം അപൂർണമാകും. അതെന്നെ തെറ്റായ പ്രചരണമാണ്. ഇത് ഈ സദസ്സിൽ മാത്രം പറയുകയല്ല, ഓർക്കുകയാണ്, ഇടക്കിടക്ക് നമ്മുടെ പാരമ്പര്യ മുസ്ലിം നേതൃത്വം ഈ കാര്യം മുസ്ലിങ്ങൾ തന്നെ കൃത്യമായി പഠിപ്പിക്കാറുണ്ട്. കേരളത്തിലെ ആധികാരിക മുസ്ലിം പണ്ഡിത സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അടുത്ത കാലത്തും തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദി എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ നടത്തിയിരുന്നു. അതിൽ കൃത്യമായി പലയിടത്തും വിഷയാവതരിപ്പിച്ച് സംസാരിച്ചത് ഞാൻ തന്നെയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകി സംഘടിപ്പിച്ച ആ ക്യാമ്പുകളിലൊക്കെ പറഞ്ഞത് ഇസ്ലാമിക ഭരണമുണ്ടെങ്കിലേ മുസ്ലിമിൻ്റെ ജീവിതം പൂർണ്ണമാകൂ, ഇസ്ലാമിക ഭരണമില്ലാത്ത സാഹചര്യത്തിൽ മുസ്ലിമിൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല എന്നുള്ള വാദം 100ൽ 100 തെറ്റാണ്. അത് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഭരണകൂടം ചെയ്യേണ്ട സംഗതികൾ ഭരണകൂടം ചെയ്യേണ്ടതാണ്. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മതേതരത്തിന് നേരത്തെ നിങ്ങൾ മമ്പുറം തങ്ങളെ പരിചയപ്പെടുത്തി, ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ മഖ്ദൂം തങ്ങളടക്കം അവരൊക്കെ ഈമാനിലും ഇസ്ലാമിലും ഉയർന്ന നിലവാരമുള്ളവരാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. മറ്റിതര സമുദായങ്ങളും ആദരവോടുകൂടി അവർ നോക്കിക്കാണുന്നു. അവരൊന്നും ജീവിച്ചതൊരു ഇസ്ലാമിക രാജ്യത്തല്ലല്ലോ. അവർ ഇസ്ലാമിക രാജ്യത്ത് ജീവിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവരുടെ ഇസ്ലാം അപൂർണമല്ലല്ലോ. അപ്പോൾ ഇസ്ലാമിക രാജ്യത്തല്ലാതെ ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് മുസ്ലിമിൻ്റെ ഇസ്ലാം അപൂർണമാണ് എന്നുള്ള വാദം ഇസ്ലാമിൻ്റെ പേരിൽ ചില തൽപര കക്ഷികൾ സൃഷ്ടിച്ചു വിട്ട വാദമാണ്. മുഖ്യധാര മുസ്ലിം നേതാക്കൾ അത് എന്നോ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം പണ്ഡിതരുടെ നേതൃത്വത്തിൽ പ്രധാനമായും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദ് എന്നതായിരുന്നു. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞ ആശയമാണ് മതേതര രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിൻ്റെ ഇസ്ലാം അപൂർണമാണ് എന്ന വാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ പേരിൽ ചിലർ പടച്ചുണ്ടാക്കിയതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഒരു 10 വർഷം ജീവിച്ചു. അക്കാലഘട്ടത്തിൽ അവിടെ വഫാത്തായി പോയ സ്വഹാബികളുണ്ട്.
അവരുടെ ഒന്നും ജീവിതം ഇസ്ലാമിക ഭരണത്തിലല്ലാത്തത് കൊണ്ട് അപൂർണമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ മറ്റൊരു അവസാന ഭാഗം, ഒരു ഇസ്ലാമിക ഭരണം ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തെ നമ്മൾ പ്രതീക്ഷിക്കണോ എന്നൊക്കെ അതിൽ ചോദിച്ചല്ലോ. സത്യത്തിൽ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ നല്ലൊരു ഭരണം നടത്താൻ വേണ്ടി ആരെങ്കിലും മുസ്ലിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കണ്ട, വേണ്ട എന്ന് പറയാൻ അത് ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന് പറയുമല്ലോ. ഞാൻ ഓർക്കുകയാണ്, മുണ്ട് ജ്യോതിബാസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു സാഹചര്യം വന്നപ്പോൾ എന്തിൻ്റെയോ പേരിൽ അത് നിരസിക്കുകയും പിന്നീട് അത് ചരിത്രപരമായ വിഡ്ഢിത്തമായി പോയി എന്ന് അവർ തന്നെ വിലയിരുത്തിയത് ഞാൻ ഓർക്കുക. അപ്പോൾ സമാധാന അന്തരീക്ഷത്തിൽ ഒരു നല്ല ഭരണം നടത്താൻ, എന്നിട്ട് ജനങ്ങളെയൊക്കെ നല്ല നിലക്ക് ഒരു വർഗീയ ചേരിതിരിവില്ലാതെ മാനുഷികമായ ഒരു അവസരം സൃഷ്ടിച്ചു കൊടുക്കാൻ അവസരം കിട്ടിയാൽ വേണ്ടാന്ന് ഒരു ടീമും പറയാൻ പാടില്ല. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മതേതര സ്വഭാവം തന്നെ തുടരുന്നതിൽ മുസ്ലിമിന് യാതൊരു താല്പര്യക്കുറവില്ല എന്നല്ല, നമ്മുടെ രാജ്യത്തെ ഈ ഭരണഘടന നിലനിൽക്കുകയും ഇവിടെ ഏത് മതക്കാരനും അവൻ്റെ മതമനുസരിച്ചും ഒരു മതമില്ലാത്തവൻ അങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക ഭരണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കരുത് എന്ന് തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ മുഖം കൂടുതൽ വിശദീകരിക്കുന്ന ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹുവിൻ്റെ ഖിയാസുൽ ഉമമിൽ കാണാം, ഒരു രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ആ രാജ്യം അരാജകത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഇസ്ലാമിക ഭരണം നടത്താനുള്ള യാതൊരു പ്രവർത്തനവും നടത്തൽ മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല. ഉള്ള സമാധാന അന്തരീക്ഷത്തിൽ സഹകരിച്ചും സമാധാനത്തോടുകൂടിയും ജീവിക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇസ്ലാമിക പണ്ഡിതരിൽ പ്രമുഖനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു ഖിയാസുൽ ഉമം എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഏറെക്കുറെ കഴിഞ്ഞതുകൊണ്ട് വിഷയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഉസ്താദ് വിശദീകരിച്ചു, നമുക്ക് വ്യക്തത കിട്ടി എന്നതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് തന്നെ പറയാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു കൺക്ലൂഷനായി പറഞ്ഞുകൊണ്ട് വിഷയം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. മർമ്മമായ ഭാഗങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ അടിയിൽ തന്നെ കൂടുതൽ സമയമെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മർമ്മം പറയാതെ ഒറ്റവാക്കിൽ ഉത്തരം നൽകിയാൽ ഇത് എന്തൊക്കെയോ വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളൊരു ആശങ്കയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, രണ്ടർത്ഥത്തിൽ ഇവിടെ വർഗീയ ചേരിതിരിവുകൾക്കുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. മുസ്ലിങ്ങൾ എന്തോ ഒരു പേടിക്കപ്പെടേണ്ട ടീമാണ്, സൂക്ഷിക്കണേ പേടിക്കണേ എന്ന് പറഞ്ഞ് മറ്റു മതക്കാരിൽ മുസ്ലിങ്ങളോട് ഒരു വെറുപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് മമ്പുറം തങ്ങളിപ്പടക്കം നമ്മെ പഠിപ്പിച്ച, നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പഠിപ്പിച്ച അർറാഹിമൂന യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല, മറ്റു മനുഷ്യർക്ക് റഹ്മത്തും അനുഗ്രഹവും സഹകരണവും നൽകുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുക. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള മനുഷ്യരോടൊക്കെ കാരുണ്യത്തോടെ ദയാബോധത്തോടെ നീതിബോധത്തോടു കൂടി ഇടപെടണേ, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവും ആകാശത്ത് വസിക്കുന്ന മലായിക്കത്തുകളും നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ എല്ലാവരോടും റഹ്മത്തോടു കൂടിയും കാരുണ്യത്തോടു കൂടിയും ഇടപെടണമെന്നാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ജാമിയ മർക്കസ് സഖാവത്ത് സുന്നിയിലടക്കം ഓരോ വർഷവും അധ്യയന വർഷത്തിൽ നമ്മുടെ ഗുരുക്കന്മാർ ഈ ഹദീസ് ആണ്, ഈ പ്രവാചക വചനമാണ് ആദ്യമായി ശിഷ്യന്മാരെ കേൾപ്പിക്കാറുള്ളത്. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്കൊക്കെ കരുണ ചെയ്യുക. അത് നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ ഉപകരിക്കും. ഈ ബോധം ഒരിക്കലും നഷ്ടപ്പെടരുത്. ഒന്ന്. മറ്റൊന്ന്, മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് ചിരിക്കരുത്, അവർക്കൊരു സഹായം ചെയ്യാൻ പാടില്ല, ഭരണമുണ്ടെങ്കിലേ മുസ്ലിമിൻ്റെ ഇസ്ലാം പൂർണ്ണമാകൂ എന്ന നിലയ്ക്ക് ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ചില തീവ്ര മനോഭാവമുള്ള വിദഈ ചിന്താഗതിക്കാരുണ്ട്. മുസ്ലിം സമുദായവും മറ്റ് സമൂഹങ്ങളും അവരെ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ വഞ്ചനയിൽ പെട്ടുപോകരുതേ എന്നാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ
നമ്മൾ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന നിലയ്ക്ക് എല്ലാവരോടും സഹകരിച്ച് ജീവിക്കുമ്പോഴും നാം നമ്മുടെ മൗലിക വിശ്വാസങ്ങൾ കൃത്യമായി നിലനിർത്തണം. എത്രത്തോളം ഒരു നല്ല മുസ്ലിം ആവാൻ നമുക്ക് സാധിക്കുമോ അപ്പോൾ അത്രത്തോളം മറ്റ് സമുദായങ്ങളുമായി സൗഹാർദ്ദവും സഹകരണവും വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. സൗഹാർദ്ദത്തിൻ്റെ പേരിൽ മറ്റ് മതക്കാരുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കാളികളായി അതൊരു കൂട്ടിക്കുഴക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കുന്നു. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.